പ്രിയപ്പെട്ട ശോഭെ, നിങ്ങൾ എന്ത് മണ്ടത്തരമാണ് ഈ കാണിച്ചത്? ജയിക്കാൻ സാധ്യതയുള്ള നിങ്ങൾ കണ്ണാടി പഞ്ചായത്തിലെ തരുവാക്കുറിശ്ശിയിലാണ് ഈ സംഭവം. ഈ വീട്ടിലെ വൃദ്ധയായൊരു സ്ത്രീക്ക് പൈസ കൊടുത്തു NDA പ്രവർത്തകർ എന്ന ആരോപണമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. കാരണം ഇതിന്റെ തൊട്ടടുത്ത് ഒരു വീട്ടിൽ ഒരാൾ മരിച്ചിരുന്നു. അവിടേക്കാണ് സ്ഥാനാർത്ഥിയും കൂട്ടരും എത്തിയത്. അതിനുശേഷം തൊട്ടടുത്ത വീട്ടിലേക്ക് വന്നു, അവിടെ കുറച്ചുനേരം സംസാരിച്ചു. ഈ സമയത്ത് പൈസ നൽകി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണവുമായി കോൺഗ്രസ് പ്രവർത്തകർ രംഗത്ത് വരികയും ചെയ്യുന്നത്. നിങ്ങൾ എങ്ങനെയാണ് ഇത് ശ്രദ്ധയപ്പെടുത്തുന്നത്? എങ്ങനെയാണ് ദൃശ്യങ്ങളൊക്കെ എടുക്കുക? എങ്ങനെയാണ്? പാലക്കാട് നിയോജക മണ്ഡലത്തിൽ രണ്ട് ശക്തരല്ലാത്ത മത്സരാർത്ഥികളോടൊപ്പം മത്സരിക്കുന്ന നിങ്ങൾ വിജയ സാധ്യത വളരെ ഉണ്ടായിരുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് സുരേഷ് ഗോപിയെ പോലെ രാജഗോപാലിനെ പോലെ നിങ്ങളോടൊരു സഹതാപം ഉണ്ടായിരുന്നു. കാരണം നിങ്ങൾ ഒരുപാട് മണ്ഡലങ്ങളിൽ മത്സരിച്ച് പരാജയപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ജയിക്കണമെന്ന് കേരളത്തിലുള്ള ഒരുവിധപ്പെട്ട ആൾക്കാരെല്ലാം ചിന്തിച്ചിരുന്നതാണ്. നിങ്ങൾ ജയിക്കുമെന്നുള്ള പ്രതീക്ഷയും ഉണ്ടായിരുന്നു. രാജഗോപാൽ എന്ന് പറയുന്ന അദ്ദേഹം 1980 അദ്ദേഹത്തിന്റെ മത്സരം തുടങ്ങിയതാണ്. 2016 കണ്ടാണ് അദ്ദേഹത്തിന് ഒരു MLA ആവാൻ കഴിഞ്ഞത്. അതുപോലെ സുരേഷ് ഗോപി മത്സരിക്കുന്നു, തോൽക്കുന്നു, മത്സരിക്കുന്നു, തോൽക്കുന്നു. അതുപോലെയാണ് ശോഭയും, മത്സരിക്കുന്നു, തോൽക്കുന്നു. ജനഹൃദയങ്ങളിൽ നിങ്ങളുടെ ഒരു സഹതാപം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിലും ജയിക്കാനുള്ള സാധ്യത നിങ്ങൾക്ക് വളരെയേറെ കൂടുതലായിരുന്നു. നിങ്ങളത് ചെയ്തെന്നും ചെയ്തില്ല എന്നുമുള്ള വാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. എങ്കിലും കാണുന്ന രേഖകൾ അനുസരിച്ച് ഒരു സ്ത്രീ പൈസ കൊടുക്കുന്നത് കാണുന്നുണ്ട്. അത് കോൺഗ്രസ്സുകാർ ചെയ്ത ചതിയാണെന്നൊക്കെ നിങ്ങൾ വാദിക്കുന്നുണ്ട്. അതെല്ലാം പിന്നീടുള്ള കാര്യങ്ങളാണ്. നിലവിൽ ഈ 1-2 ദിവസത്തിനുള്ളിൽ എല്ലാ മനുഷ്യരെയും നിങ്ങൾക്ക് ഒരുപക്ഷെ ഇത് കൃത്യമായി തെളിയിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഒരുപക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജയിച്ചാൽ പോലും നിങ്ങൾക്ക് MLA ആയി തുടരാൻ കഴിയില്ല. ശോഭ എന്ന സ്ഥാനാർത്ഥിയോട് നിങ്ങൾ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം ഇതായിരിക്കും എന്നേ പറയാൻ കഴിയും.